സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യന്റെ കുഞ്ഞിനെ അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കുടുംബബന്ധം അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനാകാൻ പാടില്ല. കുടുംബബന്ധം ഭദ്രമാക്കണം. കുടുംബത്തിലുള്ള പാവങ്ങളെയാണ് സഹായിക്കേണ്ടത്. ചെറുപ്പക്കാരാ, നീ കുറെ റിലീഫ് നടത്തുന്നവനാണ്, ശരിയാണ്. കുറെ സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് പാവങ്ങളെ സഹായിക്കുന്നവനാണ്, ശരിയാണ്. പക്ഷേ നിന്റെ സ്വന്തം കുടുംബത്തിൽ പാവപ്പെട്ട രോഗിയെ നീ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? സംഘടനാ ലേബലിലുള്ള പ്രവർത്തനമാകട്ടെ അല്ലാതിരിക്കട്ടെ, സ്വന്തം കുടുംബത്തിൽ രോഗിയായി കിടക്കുന്ന ഒരാള് നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്ത് റിലീഫ്? പിന്നെ നിന്റെ പ്രവർത്തനം എന്ത് സാന്ത്വന പ്രവർത്തനം? പിന്നെ നിന്റെ പ്രവർത്തനം എന്ത് പ്രവർത്തനം? സ്വന്തം കുടുംബത്തോടൊരു കടപ്പാടില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതേ സമയത്ത് നബിയുർ റഹ്മാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ നബിയാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ശേഷം ഒരു റസൂൽ വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. ആ റസൂലിന്റെ പേരോ അഹ്മദ് എന്ന. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഈസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ കാണാമല്ലോ. ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ അല്ലാഹുവിന്റെ നേരായ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്ന സമയത്തോ ഈസാ നബി അലൈഹിസ്സലാമിനെ ഒറ്റക്ക് ക്ഷണിക്കുന്നതിനല്ലല്ലോ താല്പര്യം. സംഘം ചേരണം. ഒറ്റക്കല്ല, സംഘം വേണം. കൂട്ടമാടി പ്രവർത്തിക്കണം. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒക്കട്ടിനല്ലി ബലവിതേ. എല്ലാരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴല്ലേ അതിന് നല്ല ബലമുണ്ടാവുക, പവർ ഉണ്ടാവുക. ഈസാ നബി അലൈഹിസ്സലാം ആ നാട്ടിൽ വന്ന് പ്രവർത്തിക്കാൻ നോക്കുമ്പോ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മഹാനവരുകൾ ഒരു നാട്ടിലെത്തിയപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാണ്, നിങ്ങൾ പ്രബോധനം ചെയ്യാൻ ഉദ്ദേശിച്ച നാട്ടിലെത്തിയാൽ അവിടെ ഒരു പുഴയുണ്ട്. നിങ്ങൾ ആദ്യമായി ആ പുഴയുടെ അരികിൽ ചെല്ലണം. ആ നാട്ടിൽ പോയാൽ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ ചാരത്ത് ആദ്യമായി ചെല്ലണം. അവിടെ കുറെ കുപ്പായം കഴുകുന്നവരുണ്ട്, കുപ്പായത്തെ വെളുപ്പിക്കുന്നവരുണ്ട്. അവരാ പുഴയുടെ വക്കത്തുണ്ടാകും. അവരോട് പോയിട്ട് നിങ്ങൾ പറയണം, ഞാൻ അള്ളാന്റെ ദീനിന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ അവർ സുബ്ഹാനല്ലാഹ് അവിടുന്ന് പറയാണ്, നൻസുറുക, ഓ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് വേണല്ലേ? എന്തിന് സപ്പോർട്ട്? കുഴപ്പമുണ്ടാക്കാനല്ല, ഫിത്ന ഉണ്ടാക്കാനല്ല, ഫസാദ് ഉണ്ടാക്കാനല്ല, ഐക്യം തകർക്കാനല്ല. ഐക്യം വേണം. ഞാൻ എല്ലാ പ്രവർത്തകരോട് പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ പ്രവർത്തകരോട് പറയുന്നു, SSF-കാർ, ഞാനൊരു SSF-കാരനാണ്. അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ SSF-ന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. SSF-ന്റെ വേണ്ടി അതാ ശബ്ദിക്കുന്നവനാണ്. SSF നല്ല സംഘടനയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. ആ SSF-ലെ മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് പ്രവർത്തിക്കണമെന്ന് വാല് പറയുമ്പോ മറ്റുള്ള ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ പറയുന്നവനാണ് ഞാൻ എന്ന് കരുതിയിട്ട് ഇന്നേ വരെ ഞാൻ SKSSF-നെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പും തെളിയിക്കാൻ കഴിയില്ല. എന്തേ കാരണം? അതെ, അങ്ങനെ ഒരു കുറ്റം പറയാൻ എന്നെ പഠിപ്പിച്ച് പ്രസംഗിക്കാൻ വേണ്ടി എനിക്ക് പുറന്തട്ടിയിട്ട് എനിക്ക് എല്ലാ അതാ ഇജാസത്ത് തന്ന് പ്രസംഗിക്കാൻ എനിക്ക് പൊരുത്തം തന്ന് അനുഗ്രഹിച്ച് അയച്ച എന്റെ അഭിമന്യരായ രണ്ട് ഉസ്താദുമാരുണ്ട്. ഒന്ന് ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, മറ്റൊന്ന് വന്ന് എന്റെ അഭിമന്യരായ ഗുരുവര്യർ 9 വർഷക്കാലം സ്വന്തം മോനെ പോലെ പഠിപ്പിച്ച എന്റെ ശൈഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളെ സർവ്വ ഉസ്താദുമാർക്ക് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഓ SSF-കാര്, SKSSF-കാര്, അള്ളാന്റെ ദീനിന്റെ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം. നിങ്ങൾ വേണമെന്ന് വെച്ചാലും നടക്കൂ. നിങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ കാവൽഭടന്മാർ, നിങ്ങളാണ് യുവാക്കൾ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ നാടുകളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം. സംഘടനയുടെ ബേസിൽ
തന്നെ പോയിക്കോട്ടെ, പക്ഷേ ഒരു സംഘടന മറ്റൊരു സംഘടനക്ക് പാറം വെക്കുന്നവനാകരുത്. ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടികൾ നടക്കുമ്പോ അതേ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിർപക്ഷത്തുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ സാധിച്ചു. എനിക്കിത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി. റബ്ബേ, അത് നമ്മുടെ കൂട്ടുകാരാണ്. അവർക്കും നമുക്കും നീ ഒരുപാട് കാലം നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ വളരെ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഐക്യം കാണാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. പറയട്ടെ, സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവരുകൾ രോഗിയായി കിടന്നപ്പോ അല്ലാഹു പരിപൂർണ്ണ ശിഫാട് നൽകട്ടെ. പാണക്കാട് തങ്ങന്മാർ ഉസ്താദിനെ കാണാൻ ചെന്നില്ലേ? എന്തേ കാരണം? അവിടെ വിവേചനമില്ല. ആലിമീങ്ങളും സാദാത്തുക്കളും ഒന്നിക്കുന്നു, സാധാരണക്കാരും ഒന്നിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ് ഇവിടെ ആ ഐക്യമുണ്ടെന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമുണ്ട്. അല്ലാഹുവേ, നമ്മുടെ സർവ്വ നാടുകളിലും നീ ഐക്യം നിലനിർത്തണേ അല്ലാഹ്. പരസ്പരം സുന്നത്ത് ജമാഅത്തുകാർ സഹകരിച്ച് പ്രവർത്തിക്കണം. ഈസാ നബി അലൈഹിസ്സലാം ഈ പുഴവക്കത്തുള്ള ഈ ജനങ്ങളോട് സഹായം ചോദിച്ചപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ ഏതോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളോട് ഇവിടെ സഹായം ചോദിക്കുമ്പോ ഞങ്ങളെ കിട്ടാലേ, അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളെ പ്രവർത്തിക്ക ഞങ്ങൾ വിടൂല്ല പറഞ്ഞില്ല. അവരെന്താ പറഞ്ഞത്? നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങൾ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കല്ലേ, ഞാൻ സഹായിക്കുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, സഹായിക്കും. അങ്ങനെ അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ അംഗീകരിച്ചിട്ട് അവർ വീട്ടിൽ മിണ്ടാതെ കുത്തിരുന്നില്ല. അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ സഹായിച്ചു. അവരാണ് അവ്വലു മൻ ആമന ബിഹി. ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആദ്യമാണ് വിശ്വസിച്ചവർ. വകാനൂ 12 റജുലാ. അവർ 12 പേരുണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഞാൻ എന്റെ വാദം നിർത്തട്ടെ. എന്റെ മുഅ്മിനീങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഒന്ന് അവിടെ നിന്ന് എണീറ്റ് നിൽക്കുമോ? സ്റ്റേജിലുള്ളവരോടല്ല, സദസ്സിലുള്ളവരോട് ആരും ഇങ്ങോട്ട് വരരുത്, അവിടെ തന്നെ നിന്നോളൂ. പുറത്തുള്ളവർ സദസ്സിലേക്ക് കയറി വരണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഇന്നത്തെ വാദം ഞാൻ അങ്ങ് നിർത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചില്ലേ, മൻ അൻസ്വാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എന്നെ സഹായിക്കുന്നവനാരാണുള്ളത്? ഖാലൽ ഹവാരിയൂന. ആ ഹവാരിയൂനുകളായ ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ച് ജീവിച്ച അവരോ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുണ്ടായ അവരോ, അവരവിടുന്ന് പറയാണ്, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളാണ് നിങ്ങളെ സഹായിക്കാനുള്ളവര്, ഞങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നുള്ളവര്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയാൻ എനിക്ക് കഴിയണോ? അങ്ങനെ പറയാൻ നമുക്ക് കഴിയണോ? എന്നിട്ടോ ഈ പ്രവർത്തിച്ചിട്ട് നമുക്ക് കിട്ടേണ്ടുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലൊന്നെനിക്ക് എത്തണം, നിങ്ങൾക്കൊന്ന് സ്വർഗത്തിലെത്തണം. ഈ പാവപ്പെട്ട എനിക്ക് വാത് പറയാൻ നാളെയും സ്റ്റേജ് കാത്തിരിക്കുന്നു. ജീവനോടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നും ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് കൈ മുസാഫത്ത് ചെയ്ത് എന്റെ ഉമ്മാനെ കൊണ്ടൊന്ന് മന്ത്രിപ്പിച്ചാൽ ഒരു സംഖ്യ എടുത്ത് എന്റെ ഉമ്മ എന്റെ തലയിൽ ഒളിഞ്ഞെടുക്കൂ. എന്നിട്ടോ എന്റെ ബാപ്പ കിടക്കുന്ന സംസയിലെ പള്ളിയിൽ എല്ലാ മാസവും നടക്കുന്ന സ്വലാത്തിന് എന്റെ ഉമ്മ പൈസ എത്തിക്കോ. ഞാൻ മറന്നാലും ഉമ്മ അത് മറക്കൂല. അങ്ങനെ ഇന്ന് വരെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുത്തല്ലിമായ കാലം തൊട്ട് ഞാൻ വാദ് പറയുന്നുണ്ട്. ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. ഇന്ന് വരെ ഒരു പേരിന് വാദ് പറഞ്ഞിട്ടില്ല, ഒരു പ്രശസ്തിക്ക് വാദ് പറഞ്ഞിട്ടില്ല, പ്രസിഡന്റ് ആകണമെന്ന് കരുതി വാദ് പറഞ്ഞിട്ടില്ല. വാദ്
വാല് പറയുമ്പോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് എന്റെ വാല് കേട്ട് നന്നാകണമെന്ന് ചിന്തിച്ചിട്ടില്ല വാല് പറയണത്. സാധുവായ ഞാനൊന്ന് നന്നാകണ്ടേ, ഞാനൊന്ന് നന്നാകാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ ബാപ്പ പോയി കിടക്കുന്ന ഖബർ പോലത്തൊരു ഖബറിൽ ഈ വാല് പറയുന്ന നൗഫൽ സഖാഫിക്ക് പോയി കിടക്കാനില്ലേ? ആ എന്റെ മണ്ണറ അത് മണിയറയാണെന്ന് ഉറപ്പാകുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. ചോദിക്കട്ടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, പോയി ചെന്നെത്തുന്ന കേന്ദ്രം സ്വർഗമാണ്, നരകമല്ല എന്ന് ഉറപ്പാകാത്ത കാലത്തോളം തമാശ പറഞ്ഞ് ചിരിക്കാൻ നേരമുണ്ടാകുമോ? ചോദിക്കട്ടെ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരെ, വേല കേൾക്കുന്ന സഹോദരിമാരെ, അതാ പോയി കിടക്കുന്ന ഇരുട്ടുള്ള ഖബറിൽ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് അല്ലാഹ് നിറക്കും. അദാബിന്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാതെയാവോ എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ നിങ്ങൾക്കിവിടെ സമയം പാഴാക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാമല്ലോ. ഇവിടെ ഇപ്പൊ ചരിത്രം പറയാൻ നേരമില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഞാനതാ ഇന്നത്തെ വാവ് ഞാനങ്ങ് നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, എത്രയോ മഹാന്മാർ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. ചില ആളുകൾ പറയൂ, ചില ആളുകൾ, ചില ഉമ്മമാരുണ്ട്, ഇവിടെയുള്ള ഉമ്മമാരൊന്നും അത്രക്കാരല്ലാതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും പറയില്ല. ചില ഉമ്മമാരുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയൂ. ഓ ഉമ്മമാരെ, ചിലപ്പോ നിങ്ങളെ വർത്താനം കേൾക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിന്റെ കവാടം അല്ലാഹ് തുറന്നു വെച്ചതായി നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയതുപോലെയുണ്ടല്ലോ. സുജൂദിൽ കടന്നു മരിച്ചവരില്ലേ? അല്ലാഹ് ഉംറക്ക് പോയി ഉംറ ചെയ്ത് ഉടനെ മരിച്ചവരില്ലേ? ഹജ്ജ് ചെയ്ത ഉടനെ മരിച്ചവരില്ലേ? ഒരു നല്ല കാര്യം ചെയ്ത ഉടനെ മരിച്ചവരില്ലേ? ഇങ്ങനെ എത്ര ആകർഷിപ്പിക്കുന്ന മരണമല്ലേ? പള്ളിയിലേക്ക് വരുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചവരില്ലേ? ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വീണ് മരിച്ചവരില്ലേ? എത്ര ആകർഷിപ്പിക്കുന്ന മരണങ്ങളല്ലേ? അതേ സമയത്ത് നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്. ഇമാം മുഹ്സിന ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ നിങ്ങൾ നല്ലവരായിരിക്കും, നല്ലവരാണെങ്കിലോ ചെയ്ത നല്ലത് മതിയാവൂല്ലല്ലോ ഉപ്പമാരെ. അതുകൊണ്ട് കുറച്ചും കൂടി ആയുസ്സുണ്ടായാൽ കുറേയും കൂടി നല്ലത് ചെയ്യാൻ കഴിയുമല്ലോ. അതേ സമയത്ത് തെറ്റുകാരനാണ്, ജീവിതത്തിൽ ധാരാളം തെറ്റ് ചെയ്തവനാണെങ്കിലോ എന്നാൽ തൗബ ചെയ്തിട്ട് റബ്ബിന്റെ പൊരുത്തം വാങ്ങാമല്ലോ. കുറെ കാലം നല്ലത് ചെയ്തിട്ട് റബ്ബിന്റെ പൊരുത്തം വാങ്ങാമല്ലോ. അതിന് പെട്ടെന്ന് മരിച്ചാൽ അതൊക്കെ നടക്കുന്നതാണോ? നടക്കുന്നതല്ല. റമളാൻ മാസമല്ലേ വരാൻ പോകുന്നത്, ശഅബാൻ തീരാറായില്ലേ? എന്റെ റമളാൻ എനിക്ക് എന്റെ ആഖിറം സമ്പാദിക്കാൻ കാരണമാകണം. അതുകൊണ്ട് പഴയകാലത്തെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോർത്ത് യജമാനനായ റബ്ബിലേക്ക് മനസ്സിരിച്ച് തൗബ ചെയ്തോ. ഇനി അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ മടങ്ങിപ്പോകില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തോ. ഈ റമളാനിൽ ഇപ്പൊ വീടുകളെല്ലാം വൃത്തിയാക്കുന്ന ഗൗജിയാണ്, വീട്ടിന്റെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ആവേശമാണ്. സുബ്ഹാനല്ലാഹ്, കണ്ട് ക്ലീനാക്കുന്ന താല്പര്യമാണ്, ജനൽ വൃത്തിയാക്കുന്ന ആവേശമാണ്. എന്തേ കാരണം? റമളാന് ബന്തിരി, റമളാന് ബന്തിരി കേക്കട്ടാ നന്റെ വാല് കേക്കട ഉമ്മ പെങ്ങന്മാരൊട്ട. റമളാന് വരുമ്പോ കാലി ഔത്ര ഉൽഗ ക്ലീനിന്നെങ്കി മെയ്യ, ഔത്ര ചുത്തുമുത്തു ക്ലീനിന്നെങ്കി മെയ്യ, ഔത്ര ബായില് ക്ലീനിന്നെങ്കി മെയ്യ, ഔത്ര കണ്ടിങ്ങ ക്ലീനിന്നെങ്കി മെയ്യ.
ഔത്തുറ സ്ലാപ്പ് ക്ലീനിന്നെങ്കിമയ്യ ഔത്തുറ ഉൽഗം പർത്തു മാത്ര ക്ലീനിന്നെങ്കിമയ്യ. ചോദിക്കട്ടെ ഉമ്മ, നിങ്ങളെ ഉള്ളും പുറവുമൊന്ന് ക്ലീനാകണ്ടേ? നിങ്ങളെ ഉള്ളും പുറവുമൊന്ന് ക്ലീനാകണ്ടേ? ഉള്ളു മീൻസ് കൽബാ, കൽബൊന്ന് ക്ലീനാകണ്ടേ? പകയില്ലാത്ത കൽബ് യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കൾ ഉപകരിക്കാത്ത ദിവസം, സമ്പത്ത് ഉപകരിക്കാത്ത ദിവസം, ചതിയില്ലാത്ത മനസ്സ് അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ് നമുക്ക് വേണ്ടേ? വിദ്വേഷമില്ലാത്ത മനസ്സ് വേണ്ടേ? ഒരാളുടെ ഉയർച്ച കാണുമ്പോ അംഗീകരിക്കാനുള്ള മനസ്സ് വേണ്ടേ? അസൂയ കാണിക്കാത്ത മനസ്സ് വേണ്ടേ? ഉൾപോര് വെച്ച് നടക്കാത്ത മനസ്സ് വേണ്ടേ? ഇതുപോലെ നമ്മുടെ ഉള്ളു ക്ലീൻ ആകുന്നതോടൊപ്പം ഈ കൈ കൊണ്ട് എത്ര ഹറാമ് പിടിച്ചതാണ് അതൊന്ന് ക്ലീൻ ആകണ്ടേ? അതിനൊരു ഖാലിസായ തൗബ ചെയ്ത് യജമാനനായ റബ്ബിലേക്ക് മടങ്ങണ്ടേ? അതുകൊണ്ടല്ലേ അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു, ഒരു ചെറിയ സംഭവമാണ്, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനതങ്ങ് തീർക്കുകയാണ്. മഹാനവരുകൾ പറഞ്ഞു, ഖുൽതു ലി ഉമ്മി, ഒരു ദിവസം ഞാൻ എന്റെ ഉമ്മാനോട് പോയി ചോദിച്ചു, അല്ല ഉമ്മാ, അതുഹിബ്ബീനൽ മൗത, നിങ്ങൾക്ക് മരണം ഇഷ്ടമാണോ? ഇപ്പൊ മരിക്കാൻ ആഗ്രഹമുണ്ടോ ഉമ്മാ? സുബ്ഹാനല്ലാഹ്. അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാനെ സമൂഹത്തിന് സമർപ്പിച്ച ഉമ്മയല്ലേ? ആ ഉമ്മാക്ക് വേറെ ഒരു അമലും ആവശ്യമില്ല. ആ മകൻ എന്ന ഒറ്റ അമല് മതി ആ പൊന്നുമ്മാക്ക് സ്വർഗത്തിലെത്താൻ. അത്രയും വലിയ മഹാനല്ലേ അബൂ സുലൈമാൻ അദ്ദാറാനി തങ്ങള്. മഹാനവരുകൾ പറയാണ്, ഒരിക്കലും ഞാനിങ്ങനെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോ, മക്കളെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, പാപ്പാന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. എപ്പോഴാണ് ഉമ്മാന്റെ ആയുഷ് തീരാന്ന് പറയാൻ അറിയില്ല, ഉറപ്പില്ല. എപ്പോഴാണ് മക്കളെ ആയുഷ് തീരുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഉമ്മ പോയിട്ട് കബറിൽ കിടന്നിട്ട് ഉമ്മാന്റെ കബറിൻ പുറത്ത് നിന്നിട്ട്, എന്റെ ഉമ്മ ഒന്ന് തിരിച്ചു വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, ഖുൽതു ലി ഉമ്മി, ഞാൻ എന്റെ ഉമ്മാനോട് പോയി ചോദിച്ചു, ഉമ്മാ തുഹിബ്ബീനൽ മൗത, ഉമ്മാക്ക് മരിക്കാൻ ഇഷ്ടമാണോ? അപ്പോഴാണ് ഉമ്മ പറയുന്നതില്ല, എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല. മരിച്ചാലല്ലേ സ്വർഗം കിട്ടുള്ളൂ, ജീവനോടുകൂടെ സ്വർഗം കിട്ടൂലല്ലോ. അത് ശരിയാണ് മോനെ. അപ്പൊ മകൻ ചോദിച്ചു, ലിമ യാ ഉമ്മി, എന്റെ ഉമ്മ മരിക്കാൻ ഇഷ്ടമില്ല? അപ്പ പറഞ്ഞു, ലി അന്നി ലൗ അസൈതു ആദമിയൻ മസ്തഹൈതു ലിഖാഅഹു, ഞാനൊരു സാധാ മനുഷ്യനോട് ഞാനൊരു തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഞാനൊരു മനുഷ്യനോട് ഒരു കുറ്റം ചെയ്തു എന്ന് കരുതുക, പിന്നെ ഞാൻ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുമോ? ഞാൻ ഏത് മുഖം വെച്ചിട്ടാണ് ആ മനുഷ്യനെ കാണാൻ പോകുന്നത്? ഞാനൊരു മനുഷ്യനെ ചതിച്ചു, എന്നെ മനുഷ്യനെ ഞാൻ പറ്റിച്ചു, ആ മനുഷ്യനെ ഞാൻ പിന്നെ എങ്ങനെ എന്റെ മുഖം കൊണ്ട് കാണൂ? ഇതൊരു മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ഇങ്ങനെയാണെങ്കിൽ ഫകൈഫ ഉഹിബ്ബു ലിഖാഅഹു വഖദ് അസൈതുഹു, എനിക്ക് എല്ലാം തന്ന എന്റെ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ആ തെറ്റ് ചെയ്ത റബ്ബിനെ മരിച്ചിട്ട് ഞാൻ എങ്ങനെ കാണൂ? എനിക്കെങ്ങനെ കാണാൻ കഴിയൂ? ഇതാണ് ഉപദേശം, ഇതാണ് വഅദ്, ഇതാണ് പാഠം, ഇതാണ് ഇളത്ത്, ഇതാണ് നസീഹത്ത്, ഇതാണ് ഇബറത്ത്. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വഅദ് നിർത്തുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ മനസ്സുകളെല്ലാം ഈ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഒന്ന് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖൽബ് പ്രകാശിച്ച് മരിക്കണം. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും, ആരും എണീറ്റ് പോകരുത്. എല്ലാവരും ഇരിക്കുമ്പോ, ഇത് എന്റെ അവസാനത്തെ മജ്ലിസാണ്. ഇന്നലെ ഞാൻ ഈശ്വരമംഗലത്തും വഅദ് പറയുമ്പോ, ഈശ്വരമംഗലം ഉറൂസിന്റെ സമാപനമായിരുന്നു ഇന്നലെ, അവിടെയും ഞാൻ വഅദ് പറയുമ്പോ
അവിടെ ദർഗന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കുറച്ച് സഹായം വേണമെന്ന് സംഘാടകർ പറഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചു. ഒരുപാട് പേര് സഹായിച്ചു. അപ്പൊ ഞാൻ അവരോടും ഞാൻ പറഞ്ഞു, അതേ വാക്ക് നിങ്ങളോട് പറയാണ്, ഇത് എന്റെ അവസാനത്തെ സദസ്സായിരിക്കും എന്ന് കരുതിയിട്ട് വേണം നമ്മളൊക്കെ ഇരിക്കാൻ. പക്ഷെ അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഉറക്കെ ആമീൻ പറയ്. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് കാലം നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മുടെ കടബ സർക്കിൾ കർണാടക മുസ്ലിം ജമാഅത്ത് കടബ സർക്കിൾ SYS അങ്ങനെ നമ്മുടെ സംഘ കുടുംബം SSF തുടങ്ങി നമ്മുടെ സംഘ കുടുംബമെല്ലാം ചേർന്ന് ഈ നാട്ടുകാരായ പരിസരത്തുള്ളവരുടെ ഒക്കെ സഹായ സഹകരണം കൊണ്ട് അൽഹംദുലില്ലാഹ് കടബക്കാര് എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെയാണ്. കടബക്കാര് പിന്നെ കുടിക്കും, നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുടിക്കാം. പിന്നെ 3 ഗ്ലാസ് ഒന്നിച്ചു കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോ കടബ ഈ പരിസരം എന്ന് പറഞ്ഞാൽ ദീനിനോട് വലിയ താല്പര്യമുള്ള നാട്ടുകാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ ഞാൻ ഈ ഭാഗത്ത് ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഈ ഭാഗങ്ങളിലൊന്നും തങ്ങളാപ്പം ക്ഷണിക്കാറുണ്ട്, പലരും ക്ഷണിച്ചിട്ടുണ്ട്. എന്താ അടുത്തൊരു മക്കാമില്ല, എന്താ നെക്കിത്തട്ടോ? ഇപ്പൊ വന്നപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നല്ല, എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഇതുവരെ കുറെ ആയി ഞങ്ങൾ ക്ഷണിക്കണത്, വന്നിട്ടില്ല, അടുത്തതിന് ഏതായാലും വരണം. ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടാകാൻ ദ്വാരക്ക്, ആയുസ് ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ കാലം വാദ് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കേശ വിരിപ്പിക്കാനൊന്നുമല്ല, പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. നൗഫൽ സഖാഫി വാല് പറഞ്ഞിട്ട് ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷെ നൗഫൽ സഖാഫി വാല് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് മൂടബിദ്രയിലേക്ക്. ഏപ്രിൽ 26-ാം തീയതി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ബൈത്തടക്കങ്ങളെ ഈ ഭാഗത്താണല്ലോ, ആ ബൈത്തടക്കത്ത് എന്റെ അഭിവന്യരായ ഉസ്താദ് ഷെയ്ഖുന മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് വന്നിട്ട് 25 മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് ഓതിയിട്ട് ദർസ് ഉദ്ഘാടനം ചെയ്തു തന്നു. അൽഹംദുലില്ലാഹ് കുറെ കുട്ടികൾ പഠിച്ചിറങ്ങി ഇന്ന് പല സ്ഥലങ്ങളിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും ജാമിയ മർക്കദു സഖാഫത്തി സുന്നിയയിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങി പുറത്തിറങ്ങിയവരുണ്ട്. അതുപോലെ ജാമിയ സഅദിയയിൽ നിന്ന് സഅദി വാങ്ങി പുറത്തിറങ്ങിയവരുണ്ട്. ഖാദിസിയയിൽ നിന്ന് ജൗഹരി വാങ്ങി പുറത്തിറങ്ങിയവരുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. ദർസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കിയിട്ടില്ല. നൗഫൽ സഖാഫിക്ക് ബിൽഡിങ്ങിന്റെ വരുമാനമില്ല, ഒരു സ്ഥലത്തും ബിസിനസ്സിൽ ഷെയർ ഇല്ല. ധൈര്യത്തിൽ പറയാൻ ഇതുവരെ ഇനി എന്താന്നൊരു പിടുത്തല്ലോ കേട്ടോ. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ പറയണല്ലോ, വെറുതെ നമ്മളങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അള്ള പിടിക്കുമല്ലോ, അള്ള നാളെ അവിടെ നിന്ന് പിടിക്കും. ഈ നിമിഷം ഇനിയിപ്പോ ഡേറ്റ് മാർച്ച് 12 11 മണി ഈ സമയം വരെ നൗഫൽ സഖാഫിക്ക് ഒറ്റ ബിസിനസ്സിലും ഷെയർ ഇല്ല, ഒരിടത്തൊന്നും ഇൻകം ഇല്ല. അതേ സമയത്ത് ഞാനൊരു ദർസ് ഉണ്ടാക്കി. ആ ദർസിന്റെ 10ാം വാർഷികമാണ് മൂടബിദ്രയിൽ വെച്ച് ഏപ്രിൽ 26-ാം തീയതി ഇൻഷാ അല്ലാഹ് നടക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ സുന്നത്ത് നോമ്പിന്റെ ആ തുടരെയുള്ള സുന്നത്ത് നോമ്പ് തീരൂല, അതിന് മുമ്പ് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ ഉടനെ ഞാനൊരു യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് അത് നടത്തണമെന്നൊരു ആഗ്രഹം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആ 10ാം വാർഷികത്തേക്ക് വരണം. സ്റ്റേജിലുള്ള മുഴുവൻ സാദാത്തുക്കളെയും ഉലമാക്കളെയും മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ഞാൻ വന്നത് ഇന്ന് വേദ പറയാനല്ല, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ വരണം. നമ്മുടെ ഒക്കെ നേതൃത്വമായ മൗലാന പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ ഇൻഷാ അല്ലാഹ് അന്ന് മൂടബിദ്രയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മൂടബിദ്രയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വിളിച്ചു പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുകൾ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തും. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏതായാലും ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. നേരത്തെ വന്നപ്പോ ശുക്കൂർ അല്ലേ, ശുക്കൂർ സാബ അങ്ങനെയാണ്. ഇവിടെ കുറെ സാബറുമുണ്ട്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഷാഫി ഹനഫി എന്നെല്ലാം പറഞ്ഞാല് ഇത് 2 പുഴയാണ്. ഷൈറാനി ഇമാം പറഞ്ഞ പോലെ ഷാഫി ഹനഫി മാലിക്കി ഹംബലി എന്ന് പറഞ്ഞൊക്കെ പുഴകളാ. ഈ പുഴ പോയി എത്തിച്ചേരുന്നത് ഒറ്റ കടലിലേക്കാണ്. ആ കടലാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമാകുന്ന കടലിലേക്ക് എത്തിച്ചേരുന്ന 4 പുഴകളാണ് ഈ 4ഉം. ഹനഫിയും ഷാഫിയും മാലിക്കിയും ഹംബലിയും ഒക്കെ ഇതിലേതിൽ നീന്തിപ്പോയാലും ഇസ്ലാമിലെത്തും. അങ്ങനെയാണ്. എന്റെ പുറത്തുനിന്ന് നീന്തിയാലോ ഇസ്ലാമിലെത്തൂല്ല, ഇതിൽ നീന്തിപ്പോയാൽ ഇസ്ലാമിലെത്തും. അൽഹംദുലില്ലാഹ്. അല്ലാഹു മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഏതായാലും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ സദസ്സ് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നാൻ.
അതുകൊണ്ട് ഇവിടെ നമ്മുടെ മുസ്ലിം ജമാഅത്തും SYS ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ അള്ളാഹ്ക്കറിയാം. ഈ സദസ്സ് അള്ളാഹ് കാണുന്നുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെ പേര് അള്ളാഹിനോട് പറയണം. അള്ളാഹു അക്കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പുരുഷന്മാരും സ്ത്രീകളെയും അള്ളാഹു പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ല ഒരു സംരംഭം ഇവിടെ നടക്കണം. നിങ്ങളൊക്കെ സഹകരിച്ചാൽ അത് നടക്കും. ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് അത് നടന്നു കിട്ടൂ എന്ന്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുസ്ലിം ജമാഅത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഭാഗങ്ങളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തി ആർജിച്ചു വരികയാണ്. അള്ളാഹു ധാരാളം ശക്തിപ്പെടുത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സദാത്തുക്കളും ഉലമാക്കളും ഈ പരിസരത്തുണ്ട്. അള്ളാഹു അവർക്കും അവരെ പിന്നാലെ നിന്ന് അണിനിരന്ന് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പക്ഷേ ഇതിനൊക്കെ നമുക്കൊരു കേന്ദ്രം വേണം, നമുക്കൊരു ആസ്ഥാനം വേണം. ഓരോ പരിസരത്തും നമുക്കൊരു ആസ്ഥാനം വേണം. അങ്ങനെയാണല്ലോ, ഒരു ആസ്ഥാനം ഉണ്ടായാല് നമുക്ക് പെട്ടെന്ന് ഈ ഭാഗത്തു കൂടെ ചിലപ്പോൾ എവിടെക്കെങ്കിലും വാതിന് പോകുമ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയാം, എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും ആസ്ഥാനത്തിൽ ഒന്ന് കൂടണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടും. ഓരോരുത്തരുടെ വീട്ടിൽ കയറി ഇറങ്ങാൻ സമയം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആസ്ഥാനം വേണം. മദീനയിൽ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഏതാണ്? മദീനത്തെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയത് മസ്ജിദുൽ ഖുബാ, ഖുബായുടെ പള്ളിയാണ്. ഇപ്പൊ ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കണില്ല. ആ മദീനത്തെ പള്ളിക്ക് സ്ഥലം വേണം. പിന്നീട് മദീനത്തെ പള്ളി ഉണ്ടാക്കുകയാണ്. മദീനത്തെ പള്ളി നോക്കുമ്പോ ഒരു കുടുംബത്തിന്റെ സ്ഥലമാണ്. അപ്പൊ അവർ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, സ്ഥലം ഞങ്ങൾ തരാ നബിയെ, പൈസ ഒന്നും തരണ്ട. അങ്ങനെ ഉണ്ടല്ലോ, ചില നല്ലവർ അങ്ങനെ പറയും, സ്ഥലം ഞങ്ങൾ തരാം, ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലമുണ്ട്, 5 സെന്റ് ഞാൻ തരാം, 5 സെന്റിന്റെ മാത്രം പൈസ തന്നാ മതി. അങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലട്ടോ. 10 സെന്റും ഞാൻ തരാം, എന്റെ ആഖിറം അത് രക്ഷപ്പെടാനാണ്. ഞങ്ങളെ അവിടെ ബൈത്തടക്കാം, അവിടെ ഞാൻ വേദന നിന്നപ്പോ, ഇപ്രാവശ്യം ഉറൂസിന് ഞാൻ വേദന പോയിരുന്നു. ഞാൻ അവിടെ മുമ്പ് സേവനം ചെയ്തല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പരിപാടിക്ക് ചെന്നപ്പോ അവിടെ എന്നോട് ഞങ്ങളുടെ സംഘാടകർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങണം, ഒരു 3 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. അപ്പോ ഞാനിപ്പോ ഈ തൊട്ട് എന്റെ അടുത്തിരിക്കണം അവിടെ ഒരു കരീമാജി ഉണ്ടായി, കാഞ്ഞൂർ. മൂപ്പരോട് ഞാൻ പറഞ്ഞു, അജരെ എന്തിനാപ്പോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ മൈക്കിലൂടെ സ്ഥലം ചോദിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ ഒരു പിരിവിന് നിങ്ങളെ ചാൻസ് തരണ്ട. നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് സ്ഥലം തന്നില്ലേ, നിങ്ങളെ ആഖിറം, ബാക്കിയൊക്കെ സ്ഥലം നിങ്ങൾക്ക് ദുനിയാവിന് വേണ്ടി, ഒരു സ്ഥലം നിങ്ങൾക്ക് ആഖിറത്തേക്ക് വേണ്ടേ? ബാക്കിയൊക്കെ സ്ഥലങ്ങളെ ദുനിയാവിന്റെ വരുമാനത്തിനല്ലേ, ഒരു സ്ഥലം നിങ്ങൾ ആഖിറത്തേക്ക് വേണ്ടേ? ഒരു 3 സെന്റല്ലേ ഈ മക്കൾ ചോദിക്കണത്, ഒരു 3 സെന്റ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ആഖിറം കിട്ടിയില്ലേ? അപ്പൊ മൂപ്പർ എന്നോട് ചോദിച്ചു, ഉസ്താദെ 3 അല്ല, അവർക്ക് എത്ര വേണ്ട ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ മൂപ്പർ സ്ഥലം കൊടുത്തു. അതിനുശേഷം അവിടെ കെട്ടിടം ഉണ്ടാക്കിയില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, ഉള്ളത് പറയണല്ലോ. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ മദീനത്തേക്ക് അങ്ങനെ ഒരു സ്ഥലം ആവശ്യം വന്നപ്പോ പൈസ വേണ്ടാന്ന് പറഞ്ഞു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, വേണ്ട, പൈസ വേണ്ടാന്ന് പറഞ്ഞ് ചിലപ്പോ നാളെ എന്തെങ്കിലും കിതാബത്തി ഉണ്ടാവും, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പൈസ വേണ്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് വെക്കാനും പാടില്ല. പൈസ കൊടുത്തിട്ട് തന്നെ നമ്മളെ പൂർണ്ണമായും ഞങ്ങളെ സംഘടനയാകണം, ഞങ്ങളെ പ്രസ്ഥാനം, അതിന്റെ അപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ സംഘടന, നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. അപ്പൊ പൈസ കൊടുത്തിട്ട് തന്നെ, പൈസ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമായാലും പൈസ കൊടുത്തിട്ട് തന്നെ നമ്മൾ എന്താക്കണം, സ്ഥലം വാങ്ങണം. അങ്ങനെ നമുക്ക് എത്ര ഒരു 10 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോ മദീനത്തെ പള്ളിക്ക് പൈസ കൊടുക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ആ പൈസ സ്ഥലത്തിന് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടടുത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഭാഗ്യം കിട്ടിയത് വെറുതെ അല്ല സുഹൃത്തുക്കളെ, വെറുതെ അല്ല. ആ മദീനത്തെ പള്ളിക്ക് സ്ഥലം വാങ്ങാൻ ഫുള്ളായിട്ട് പൈസ കൊടുത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് അന്തസ്സോടെയാണ് മദീനത്തെ പള്ളിയിൽ റൗള ശരീഫിൽ കിടന്നുറങ്ങുന്നത്. മുത്തുനബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞാൽ രണ്ടാമത്തെ സലാം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കാണ് മദീനത്തെ പള്ളിയിൽ സലാം പറയുമ്പോ ആ അവസരം കിട്ടിയത് വെറുതെ അല്ല. മദീനത്തെ പള്ളിക്ക് സ്ഥലം വാങ്ങുന്ന സമയത്ത് ഫുള്ളായി സംഭാവന നൽകിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊരു സ്ഥലം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും ഒരു 10 സെന്റ് നമ്മുടെ സംഘടനയുടെ ആസ്ഥാനത്തിന് വേണ്ടി